കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് മുൻ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എ വേവ് അലോങ് എ സ്ട്രിംഗ് ഹാസ് ദ ഫോളോയിങ് ഇക്വേഷൻ. ഇക്വേഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? y is equal to 0.05 sin 28t minus 2x meter എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. Where t is in second and x is in meter. What are the amplitude, frequency, wavelength of the wave? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാം. എന്താ എക്സ്പ്രഷൻ? y is equal to a sin omega t minus kx. ഈ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ? y is equal to a sin omega t minus kx. ഇതേ ഇക്വേഷൻ ഇവിടെ വരുമ്പോഴോ y is equal to 0.05 sin 28t minus 2x. From that a is equal to 0.05 എന്നൊരു ആൻസർ കിട്ടി. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് അത് നമുക്ക് ഓപ്ഷൻസ് കളയാൻ പറ്റും നോക്കാം. ആംപ്ലിറ്റ്യൂഡ് 0.05 മീറ്റർ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കി. 4 എണ്ണത്തിലും ആംപ്ലിറ്റ്യൂഡ് 0.05 ആണ്. അപ്പോ ഒരെണ്ണത്തിൽ മാത്രം 5 ആണ്. അത് നമുക്ക് ആദ്യമായി ക്യാൻസൽ ചെയ്യാം. അതല്ല ആൻസർ എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുക ക്വസ്റ്റ്യൻ തന്നെ നമുക്കറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു നമുക്ക് 28 ആണെന്ന് അറിയാം. ഒമേഗ ഈസ് ഈക്വൽ ടു 28. എക്സ്പ്രഷൻ എന്താ? ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ എഫ് എന്ന എക്സ്പ്രഷൻ എനിക്കറിയാം. അപ്പൊ അത് നമുക്ക് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ കണ്ടുപിടിച്ചൂടെ? ആംഗുലർ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 28 divided by 2 pi which is equal to, ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ആൻസർ 4.456 ഹെഡ്സ് എന്ന് എനിക്ക് ആൻസർ കിട്ടും. 4.456 ഹെഡ്സ് എന്ന് എനിക്ക് ആൻസർ കിട്ടും. അപ്പൊ വീണ്ടും നോക്കുകയാണ്, 4.456 ഹെഡ്സ് എവിടെയൊക്കെ ഉള്ളത്? ഒന്ന് സിയിലും ഒന്ന് എയിലേ ഉള്ളൂ. വേറെ ഒരിടത്തും ഫ്രീക്വൻസി 4.456 എന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ നമുക്ക് ഇനി ഫോർമാലിറ്റിക്ക് വേണ്ടി എന്തുകൂടെ കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് കണ്ടുപിടിച്ച് കളയാം. വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? വേവ് ലെങ്ത് k is equal to 2 pi by lambda. അപ്പൊ k യുടെ വാല്യൂ നമുക്കറിയാം. k is equal to 2 pi by lambda. അങ്ങനെയാണെങ്കിൽ lambda is equal to എന്തായിരിക്കും? 2 pi divided by k length which is equal to 2 pi divided by 2. 2 and 2 will get cancelled. Answer കിട്ടും 3.14 meter എന്ന ആൻസർ കിട്ടും. 3.14. ഓപ്ഷൻ A is the right answer. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A bat emits an ultrasonic sound wave at 33 Hz and receives an echo 0.1 second later. What is the distance of the bat from the object producing echo? ഇപ്പോ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ബാറ്റ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. അത് ഒരു എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ഏതോ ഒരു ഒബ്ജക്റ്റില്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്, ഇവിടെയാണ് ബാറ്റ് ഉള്ളത്. ഒബ്ജക്റ്റിൽ പോയി ഇടിച്ചു. തിരിച്ചെന്ത് ചെയ്യാണ്? വീണ്ടും ഇവിടേക്ക് ആ ബാറ്റ് ഇരുന്ന പൊസിഷനിലോട്ട് വരുന്നു എക്സ്. അപ്പൊ അവിടെ ടോട്ടൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 2x ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ള കാര്യം. അതായത് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ബാറ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താ? സിമ്പിൾ ആയിട്ട് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ള കാര്യം അറിയാം. ഇവിടെ ടോട്ടൽ എത്രയാണ്? ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് 2x ആണ്. ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് t ആണ്. വെലോസിറ്റി v is equal to, അപ്പൊ ഈ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ഫ്രം ദാറ്റ് x is equal to v into t divided by 2 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഈ ഒരു റിലേഷൻ മറന്നു പോകരുത്. ഈ റിലേഷൻ വെച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. v into t divided by 2. അവിടെ ഓരോന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സൗണ്ട് വേവിന്റെ സ്പീഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 330 meter per second എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം 0.1 എന്ന് പറഞ്ഞിട്ടുണ്ട്. the whole divided by 2 which is equal to 33 divided by 2 ആണ്. which is equal to, answer is 16.5 meter is the distance between the bat and the object. Therefore answer is option E is the right answer. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, a body undergoing simple harmonic motion has a maximum acceleration of 8 meter per second square and a maximum speed of 1.6 meter per second. What is the time period എന്നുള്ളതാണ് എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കറിയാം മാക്സിമം ആക്സിലറേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ a max കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എന്താ? a max is equal to a omega square എന്നാണ് മാക്സിമം ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ.
which is equal to A max ന്റെ value question ൽ പറഞ്ഞിട്ടുണ്ട് എത്രയാ 8 meter per second square എന്നാണ് question ൽ പറഞ്ഞിരിക്കുന്നത്. That is equation number 1. അടുത്ത പറഞ്ഞിരിക്കുന്നത് maximum speed ആണ്. Therefore V max is equal to A omega ആണ് maximum velocity കണ്ടുപിടിക്കുന്ന expression. Therefore A omega എന്ന് പറഞ്ഞ value question ൽ പറഞ്ഞിട്ടുണ്ട് 1.6. So when equation 1 divided by 2 implies A omega square divided by A omega, എന്തായിരിക്കും omega ആയിരിക്കും, which is equal to 8 divided by 1.6 എന്ന് എനിക്ക് കിട്ടി. അവിടെ കാണോട്ടെ, omega is equal to 2 pi by t എന്ന് പറയുന്നതാണ് എക്സ്പ്രഷൻ അല്ലേ. omega is equal to 2 pi by t അല്ലെങ്കിൽ omega is equal to 2 pi by f എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടതുള്ളതുകൊണ്ട് omega is equal to 2 pi by t. From that t is equal to 2 pi divided by omega nalle, which is equal to 2 into 3.14 the whole divided by omega the value is 8 by 16 appo into 1.6. ഈ വാല്യൂ എന്ത് ചെയ്യാ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ഇവിടെ നോക്കിയേ, 2 into 3.14 into 16 into 10 raised to minus 1 the whole divided by 8, which is equal to, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ചെയ്ത് നോക്കുക 1.256 എന്ന് എനിക്ക് ആൻസർ കിട്ടും. 1.256 സെക്കൻഡ്സ് എന്ന് എനിക്ക് ആൻസർ കിട്ടുന്നു. ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടോ? മാറിപ്പോരുത്. ആദ്യത്തെ ഓപ്ഷൻ 0.125 ആണ്, ഇവിടെ 1.25 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ ഡാംഡ് മെക്കാനിക്കൽ ഓസിലേറ്റർ ഈസ് ഇൻ റെസൊണൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അപ്പൊ നമുക്കറിയാം ഡാംഡ് സിമ്പിൾ മെക്കാനിക്കൽ ഓസിലേഷൻ ആണെങ്കിൽ, ഡാംഡ് മെക്കാനിക്കൽ ഓസിലേറ്റർ ഈസ് ഇൻ റെസൊണൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും എന്ത് തന്നെയായിരിക്കും? ഓസിലേറ്ററിന്റെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. ഏതാ കണ്ടീഷൻ? ഡാംഡ് മെക്കാനിക്കൽ ഓസിലേറ്റർ റെസൊണൻസിലാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ് എന്നുള്ള കാര്യം. ഇതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അതാണ് ആ ബേസിക് കോൺസെപ്റ്റ്. ആദ്യം അതിനകത്തുണ്ടോ നോക്കാം, ഏതെങ്കിലും ഓപ്ഷനകത്തുണ്ടോ നോക്കിയേ. ആദ്യത്തെ ഓപ്ഷൻ ഡ്രൈവിംഗ് ഫ്രീക്വൻസി is twice the natural frequency of the oscillation. ഓപ്ഷൻ സി ഉണ്ടല്ലേ, ഓപ്ഷൻ സിയിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം എന്താ, ഡ്രൈവിംഗ് ഫ്രീക്വൻസി സെയിം ആസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റർ എന്ന ഓപ്ഷൻ സിയിൽ തന്നെ. ഡയറക്റ്റ് കോൺസെപ്റ്റ് ആണ്. ഡാംഡ് മെക്കാനിക്കൽ ഓസിലേറ്റർ റെസൊണൻസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയും, ഓസിലേറ്ററിന്റെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ഓർമ്മിച്ചിരിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്നും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയും ഈ ഒരു പോർഷനിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.